പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയയിൽ ഇന്ധനവില കുതിച്ചുയരുകയാണ്. വിലവർധന രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ഡീസൽ വിലയിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ 36% വർധനയാണ് രേഖപ്പെടുത്തിയത്. അവശ്യ സാധനങ്ങളുടെ വിലയും കുതിച്ചുയരുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് ചിന്നു ജെറാഡ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓസ്ട്രേലിയയിൽ ഇന്ധനവില കുതിച്ചുയരുമ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ സ്ഥിതി കൂടുതൽ വഷളാക്കിയേക്കുമെന്ന ആശങ്കയിലാണ് രാജ്യം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കം ആഗോള ക്രൂഡ് ഓയിൽ വിപണിയെ സാരമായി ബാധിക്കുമെന്നും ഇത് രാജ്യത്തെ പമ്പുകളിലെ വില ഇനിയും ഉയർത്തുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പുതുതായി പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം ഡീസൽ വില 2 ആഴ്ചയ്ക്കുള്ളിൽ 36% വർദ്ധിച്ച് ലിറ്ററിന് $3 വരെ എത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഇന്ധന എക്സൈസ് തീരുവയിലെ താൽക്കാലിക വെട്ടിക്കുറവ് പിൻവലിച്ചതോടെയാണ് ഈ വില വർധനവ് രൂക്ഷമായത്. ഓസ്ട്രേലിയൻ വീടുകളിലേക്ക് എത്തേണ്ട 90% സാധനങ്ങളും റോഡ് മാർഗം എത്തിക്കുന്നത് ട്രക്കുകളാണ്. ഈ സാഹചര്യത്തിൽ ഡീസൽ വില വർധനവ് ചരക്ക് ഗതാഗത മേഖലയ്ക്ക് വലിയ ഭാരമായി മാറിയിട്ടുണ്ട്. ഇത് അവശ്യ വസ്തുക്കളുടെ വില വർധനവിനും സാധാരണക്കാരുടെ ജീവിത ചെലവ് കൂടുന്നതിനും ഇടയാക്കും. ലോകത്തിലെ പ്രധാന എണ്ണ ഉൽപാദകരിൽ ഒന്നായ ഇറാൻ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വിതരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ എണ്ണ വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ ആഗോള എണ്ണവില കുത്തനെ ഉയരും. ഇത് ഓസ്ട്രേലിയയുടെ പണപ്പെരുപ്പ് നിരക്കിനെയും പലിശ നിരക്കിനെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. നിലവിലെ സാഹചര്യങ്ങൾ ഓസ്ട്രേലിയൻ കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ഭാരമാണ് നൽകുന്നത്. ആഗോള സംഭവ വികാസങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങളും വ്യവസായ മേഖലയും. ചിന്നു ജെറാഡ്, 24 ന്യൂസ്, ഓസ്ട്രേലിയ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.